സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾക്ക് ബോക്സ് ഓഫീസ് വിജയം നൽകാൻ കഴിയുന്ന ചുരുക്കം നായിക നടിമാരിൽ ഒരാളാണ് നയൻതാര. കരിയറിന്റെ തുടക്കകാലത്ത് ചില പിഴവുകൾ നയൻതാരയ്ക്ക് പറ്റിയിട്ടുണ്ട്. അക്കാലത്ത് തനിക്ക് പറ്റിയ തെറ്റായി നയൻതാര കണക്കാക്കുന്നത് ഗജനി എന്ന ചിത്രത്തിൽ അഭിനയിച്ചതാണ്. സൂര്യ, അസിൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഗജനി ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു. സഹനായിക വേഷമാണ് ചിത്രത്തിൽ നയൻതാരയ്ക്ക് ലഭിച്ചത്. ചിത്രം ഇന്നും അറിയപ്പെടുന്നത് അസിന്റെ പേരിലാണ്. ഗജനിയിൽ തനിക്ക് പ്രാധാന്യം കുറഞ്ഞതിനെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ നയൻതാര തുറന്നു സംസാരിച്ചിട്ടുണ്ട്. ഗജനിയിലെ റോൾ ചെയ്തതാണ് താനെടുത്ത ഏറ്റവും മോശം തീരുമാനമെന്നും തന്നോട് നരേറ്റ് ചെയ്ത പോലെയല്ല കഥാപാത്രം സിനിമയിൽ ഉണ്ടായതെന്നും ആ ചിത്രത്തിലെ തന്റെ ഫോട്ടോഗ്രാഫുകൾ മോശമായിരുന്നുവെന്നും നയൻതാര അന്ന് തുറന്നു പറഞ്ഞു. എന്നാൽ തനിക്കതിൽ പരാതിയില്ലെന്നും ആ ഒരു അനുഭവമായാണ് ആ സംഭവത്തെ എടുക്കുന്നതെന്നും നയൻതാര അന്ന് വ്യക്തമാക്കി. അന്ന് നയൻതാര ഉന്നയിച്ച ആരോപണത്തോട് ഗജനിയുടെ സംവിധായകൻ AR മുരുകദോസും പ്രതികരിച്ചു. ഒരാളെയോ ഒരു കഥാപാത്രത്തെയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്തെന്ന് കരുതി കഥാപാത്രം വെട്ടിച്ചുരുക്കാനോ വലുതാക്കാനോ തനിക്ക് കഴിയില്ലെന്നും ഇഷ്ടപ്പെടാത്ത ആളിനായിരിക്കും നല്ല കഥാപാത്രങ്ങൾ ലഭിച്ചത്. ഇഷ്ടപ്പെട്ടവർക്ക് ചിലപ്പോൾ ചെറിയ റോളായിരിക്കുമുള്ളതെന്നും അത് തങ്ങളുടെ കയ്യിലല്ലെന്നും AR മുരുകദോസ് അന്ന് വ്യക്തമാക്കി. അതേസമയം ഗജനി അസിന്റെ കരിയറിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ ചിത്രമായിരുന്നു. ആ ചിത്രത്തിന്റെ റീമേക്കിലൂടെ നടി ബോളിവുഡിലേക്ക് വരെ കടന്നു. ബോളിവുഡിൽ ആമിർ ഖാൻ ആയിരുന്നു അസിന്റെ നായകൻ. ബോളിവുഡിലും ഗജനി വൻ ഹിറ്റായി. എന്നാൽ നയൻതാരയ്ക്ക് ഗജനി കാര്യമായ ഗുണമുണ്ടാക്കിയില്ല. അക്കാലത്ത് തുടരെ ഗ്ലാമറസ് വേഷങ്ങളാണ് നയൻതാരയെ തേടിയെത്തിയത്. എന്നാൽ ഇന്ന് സാഹചര്യം മാറി. തെന്നിന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നടിമാരിൽ ഒരാളാണ് ഇന്ന് നയൻതാര. മറുവശത്ത് അസിൻ അഭിനയ രംഗം വിട്ടിട്ട് വർഷങ്ങളാകുന്നു. 2016 വിവാഹിതയായ ശേഷമാണ് അസിൻ സിനിമാ രംഗത്ത് നിന്നും മാറി നിന്നത്. രാഹുൽ ശർമ്മ എന്നാണ് ഭർത്താവിന്റെ പേര്. അന്നും ഇന്നും നയൻതാരയ്ക്ക് വൻ ആരാധക വൃന്ദം തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകത്തുണ്ട്. മനസ്സിനക്കരെ എന്ന മലയാള സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന നയൻതാരയ്ക്ക് ആ കാലഘട്ടത്തിൽ മലയാളത്തിൽ കാര്യമായി ശ്രദ്ധിക്കപ്പെടാൻ പറ്റിയില്ല. അയ്യ എന്ന സിനിമയിലൂടെ തമിഴകത്തേക്ക് കടന്ന നയൻതാര തരംഗമായി മാറി. സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾ പോലും നടിയെ തേടി വന്നു. അതീവ ഗ്ലാമറസ് ആയി അഭിനയിക്കാനും അക്കാലത്ത് നയൻതാര തയ്യാറായി. എന്നാൽ ഇന്ന് തനിക്ക് പ്രാധാന്യമുള്ള സിനിമകൾ മാത്രമാണ് നയൻതാര കൂടുതലായും ചെയ്യുന്നത്. ഇന്ന് ഭർത്താവ് വിഘ്നേഷിനും മക്കൾക്കുമൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് നയൻതാര. 2022 ജൂണിലാണ് നയൻതാരയും വിഘ്നേഷും ചെന്നൈ മഹാബലിപുരത്ത് വെച്ച് വിവാഹിതരായത്. നയൻതാരയ്ക്കും വിഘ്നേഷ് ശിവനും ഇരട്ടക്കുട്ടികളാണ്. വാടക ഗർഭപാത്രത്തിലൂടെയായിരുന്നു മക്കളായ ഉയിരിന്റെയും ഉലകത്തിന്റെയും ജനനം. മക്കൾക്കൊപ്പം നയൻതാര പങ്കെടുത്ത ചിത്രങ്ങൾക്കും വീഡിയോകൾക്കുമെല്ലാം ആരാധകരുമേറെയാണ്. കഴിഞ്ഞ ദിവസം ഫാദേഴ്സ് ഡേ ദിനത്തിൽ വിഘ്നേഷിന്റെയും മക്കളുടെയും ചിത്രങ്ങളും നയൻതാര പങ്കുവച്ചത് വൈറലായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.